എന്നാ ശരി, ഞാൻ ഇറങ്ങാ. കുട്ടികളെ കാണാന്ന് വെച്ചാൽ ഇറങ്ങിയത്. ചെങ്ങായി മറന്നിട്ട് കുട്ടികൾ ഇപ്പൊ അങ്ങോട്ടേക്ക് ഇറങ്ങി. വരാൻ ഇനി എന്തായാലും ഉച്ചയാവും. ഞാനും കുട്ടികളെ കാണാന്ന് വെച്ചാൽ ഇറങ്ങിയതാ. ഇനിയിപ്പോ അവർക്ക് അത് മതി. ഇപ്പൊ വന്ന് പോയിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി ഒരു സമാധാനം എനിക്ക് കിട്ടില്ല. അവരോട് പറഞ്ഞേക്ക് ഉപ്പാപ്പ വന്ന് പോയി. ഒരു മിനിറ്റ് ഉപ്പ, ഒരു സാധനം ഉണ്ട്, ഇത് ഉമ്മാക്ക് കൊടുക്കണം. എന്തിനാ മോളെ വെറുതെ ഇങ്ങനെ ഓരോ സാധനം കൊടുത്തായിരുന്നു? അതെല്ലാം നമ്മളൊരു സന്തോഷമല്ലേ ഉപ്പ. എന്നാ ശരി മോനെ, വാതിലടച്ചോ. നാട്ടില് മൊത്തം കുർബാസങ്ങൾ ഇറങ്ങിക്കുന്ന സമയം. അവരെ കൊണ്ട് ഇപ്പൊ ആകെ നാട്ടുകാർ അടങ്ങാറായിട്ടാണുള്ളത്. ഇതിപ്പോ ഓക്ക് കൊടുക്കുമ്പോ ഓളെ കൂട്ടാണ്ട് മോനെ കാണുമ്പോ എന്റെ പറച്ചിട്ട് കേൾക്കണല്ലോ. എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിക്കാം. അല്ല, കൂടെ എടുക്കാൻ മറന്നുവല്ലോ. അലാക്കിന്റെ മറവിയായത്. നീ ഒന്നും മിണ്ടാടുന്ന. ഞാൻ എന്തിനാ മിണ്ടാണ്ടിരിക്കുന്നേ? ഞാൻ ഇനിയും പറയൂ, എന്തിനാ ഇടക്കിടക്ക് ഇങ്ങോട്ടേക്ക് കയറി വരുന്നേ? അതിനെന്താ, എനിക്ക് എന്റെ ഉപ്പയല്ലേ. ഓരോന്നും പറഞ്ഞെങ്കിൽ വന്നോളൂ, ആഴ്ചക്ക് എന്തെങ്കിലും കിട്ടാനായിട്ട്. എന്തെങ്കിലും കൊടുത്താല് കൈനീട്ടി വാങ്ങുകയും ചെയ്യും, വേണ്ടാന്നും പറയൂല. എന്നിട്ട് പോകാൻ നോക്കുമ്പോ ഒരു ചോദ്യമുണ്ട്, കുട്ടികളെടുത്തു. അത് കേൾക്കുമ്പോ തന്നെ എനിക്ക് തല പെരുക്കുന്നു. ഞാൻ കൊണ്ടാന്നതല്ലേ എന്റെ ഉപ്പാക്ക് എടുത്തു കൊടുത്തത്, അല്ലാണ്ട് എന്റെ പുരക്ക് എടുത്തുകൊണ്ടാണെന്നല്ലോ കൊടുത്തത്. നിങ്ങൾ കൊണ്ടുവരുന്നതല്ല എനക്കും മക്കൾക്കും ഉള്ളതല്ലേ, അല്ലാണ്ട് വരുന്നവർക്ക് എടുത്തു കൊടുക്കാനുള്ളതാ. എടി, അതെന്റെ ഉപ്പയാ. ഹാ, ഉപ്പയും കണക്കാ ഉമ്മയും കണക്കാ. ഇന്നോടൊന്നും പറഞ്ഞ ഒരു കാര്യമില്ല. നമ്മുടെ അസീസല്ലേ ഇത്? നമ്മുടെ അസീസ എനിക്ക് പറ്റിയത് ഒന്നുമില്ലടാ. ഉറക്കം വിട്ട് കിടക്കണം. എടാ കരീമൻ, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സാധനം വെച്ച് മറന്നുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒരിക്കലും പോയി തിരിച്ചെടുക്കരുത്. ഇതൊരു ഓർമ്മല്ല. ചില സമയത്ത് സഹിക്കാൻ പറ്റില്ല. നടന്നു വന്നില്ല. അപ്പൊ അത് പഴയതുപോലൊന്നും ആവില്ല. എന്റെ മോന് അടുത്തുള്ളത് ഉപ്പാന്റെ ഒരു ധൈര്യമാണ്.